ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രിയുടെ ഒരു ബേസ് ക്ലാസ് എടുത്തിരുന്നു. അവിടെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. ഇത് ആക്ച്വലി 3 ക്ലാസ്സസ് ആയിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു ബേസ് ക്ലാസ്, അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ, അതിനുശേഷം പിന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതെല്ലാം കൂടി വരുന്ന ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്. അങ്ങനെ മൊത്തം 3 ക്ലാസ്സുകളായിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ക്ലാസ്, കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുൻപ് നമ്മൾ കുറച്ച് റീൽസിലൂടെയും ഷോർട്സിലൂടെയും ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണും, നമ്മളൊരു ഒരു ജനറൽ PSC ബാച്ച് തുടങ്ങുന്നുണ്ട്. അതായത് PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതേപോലെ തന്നെ 10th ലെവൽ പരീക്ഷകൾ, +2 ലെവലായിട്ടുള്ള പരീക്ഷകൾ, ഈ പരീക്ഷകൾക്കെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു ക്ലാസ്. അപ്പം എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ ഈ ജനറൽ PSC എന്ന് പറഞ്ഞ് നമ്മളിപ്പം തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ച് 19-നാണ്. അപ്പോൾ ഇന്നാണ് ഈ ഒരു ക്ലാസ്, ഇന്ന് വൈകുന്നേരം മുതൽ ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിന് ആകെ ഒരു 2000 രൂപ മാത്രമേ അതിന് ഫീസ് വരുന്നുള്ളൂ. ക്ലാസ് നിങ്ങൾക്ക് ഒരു പോർഷൻസ് തീരുന്നത് വരെയാണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലൈഫ് ടൈമാണ്. നിങ്ങൾക്ക് ഇതിലെ റെക്കോർഡഡ് ക്ലാസ്സസും മോക്ക് ടെസ്റ്റസും ഒക്കെ നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. ഇതിൽ പോർഷൻസ് തീരുന്നത് വരെ എന്ന് ഞാൻ പറയുന്നത് ഒരു വർഷ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു 10 മാസം ടു 1 വർഷം വരെ അതിനുള്ള അതിൽ നമ്മൾ പോർഷൻസ് മുഴുവൻ എടുത്ത് തീർക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സസും ഈ പറഞ്ഞ പോലെയുള്ള റെക്കോർഡഡ് സെഷൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആകെ 2000 രൂപയെ നിങ്ങൾക്ക് അതിന് ചിലവ് വരുന്നുള്ളൂ. PSCയുടെ വരുന്ന പരീക്ഷകൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പുതിയ പരീക്ഷാ സിലബസിലുള്ള മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബാച്ചാണിത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന മറ്റൊരു ക്ലാസ്സാണ് നമ്മളുടെ ഈവനിങ് ആൻഡ് മോർണിംഗ് ക്ലാസ്സസ്. ഇപ്പോൾ പലരും ഈ PSC പരീക്ഷകൾക്കൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയൊക്കെ വളരെയധികം വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് ചിലപ്പോൾ അതിന് സാധിക്കത്തില്ല. അവർ ചിലപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചില കുട്ടികളുണ്ട് വളരെ +2 ഒക്കെ കഴിയുന്ന സമയത്ത്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് തന്നെ അവർക്ക് പഠിച്ചൊരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ വളരെയധികം ആഗ്രഹത്തോടെ ചെറിയ പ്രായത്തിലെ അങ്ങനെയൊക്കെ തോന്നുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. പലർക്കും ഈ ഒരു ബോധോദയം ഉണ്ടാകുന്ന ഒരു 30 വയസ്സിന് ശേഷമാണ്. എന്നാൽ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തോന്നി പഠിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ പഠിച്ച് നേരത്തെ തന്നെ ജോലി എവിടെയെങ്കിലും കിട്ടി സെറ്റിൽ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് ഈ ക്ലാസ്സിൻ്റെ കൂടെ ഇതിൻ്റെ പഠനം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ബാച്ചസ്, അത് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ടാണ്. അമ്പലപ്പുഴയാണ് ക്ലാസ്. എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഞാൻ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ അത് മോർണിംഗ് ആൻഡ് ഈവനിങ്. മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 7:30 മുതൽ 9 വരെയാണ് അതിൻ്റെ സമയം. അതേപോലെ ഈവനിങ് എന്ന് പറയുമ്പോൾ, ഈവനിങ് ബാച്ച് എന്ന് പറയുമ്പോൾ 6 മണി മുതൽ 7:30 വരെ. അപ്പോൾ അങ്ങനെ ഈ 2 ബാച്ച് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക്, ആ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ പഠനം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഇതൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഏത് ബാച്ചാണോ നിങ്ങൾക്ക് വേണ്ടത്, മോർണിംഗ് ആണെങ്കിൽ മോർണിംഗിൽ നിങ്ങൾക്ക് വരാം, ചിലർക്ക് മോർണിംഗും പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈവനിങ്, അങ്ങനെ ഈ 2 ബാച്ചസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സോ താല്പര്യമുണ്ടെങ്കിൽ ഈ ബാച്ചുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന് ഓൺലൈൻ അല്ല ഓഫ്ലൈൻ ആയിട്ടാണ്. നിങ്ങൾ വന്ന് തന്നെ പഠിക്കേണ്ടി വരും. ദൂരെയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇതിപ്പം ഡെയിലി പോയി വരുന്നവർക്കൊക്കെ ഇത് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അങ്ങ് കോഴിക്കോടാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കണ്ണൂരാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് പ്രയോജനമുള്ളൂ. ഞാൻ ഈ ഒരു ബാച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആളുകളെ മാത്രമേ എനിക്ക് ഇതിലൂടെ സെർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു ആലപ്പുഴ, അമ്പലപ്പുഴ റീജിയനിലൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് ഓൺലൈൻ ഇല്ല, ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇത് ഇത്രയും ഞാൻ പൊതുവേ പറഞ്ഞാണ്. ഇത് ഈ ട്രിഗണോമെട്രി ക്ലാസ് അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അത് മാത്രം മതി, ഞങ്ങൾക്ക് തൻ്റെ ക്ലാസ്സും ഒന്നും വേണ്ടടോ, താൻ പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിച്ചിട്ട് പോയാൽ മതി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ഒട്ടും ഞാൻ കളയത്തില്ല. ഞാനിവിടെ ടൈം സ്റ്റാമ്പ് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട്
ക്ലാസ് തുടങ്ങുന്ന ഭാഗം മുതൽ നിങ്ങൾക്ക് കണ്ടുപോയി. ഏകദേശം ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞു എന്ന് തോന്നുന്നു. ആ 5 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. ഞാനിവിടെ ടൈം സ്റ്റാമ്പ് കൊടുത്തിരിക്കാം. ടൈം സ്റ്റാമ്പിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഇഫ് cosec A is equal to 25/7, then what is the value of tan A? അപ്പോൾ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് മക്കളെ. എന്താണ്? സോക്കട്ടോവ. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ എന്ന് പറഞ്ഞാൽ സൈൻ, ക എന്ന് പറഞ്ഞാൽ കോസ്, ടാൻ എന്ന് പറഞ്ഞാൽ ടോവ എന്ന് പറഞ്ഞാൽ ടാൻ. സോ സൈൻ, കോസ്, ടാൻ. അതിൻ്റെ ഇൻവേഴ്സ് റേഷ്യൂസ് ആണ് എന്തൊക്കെ? സൈൻ്റെ ഓപ്പോസിറ്റ് സൈൻ റേസ് ടു -1 or 1/sin എന്ന് പറയുന്നതാണ് എന്ത്? സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സൈൻ, കോസ്, ടാൻ. സൈൻ ഓപ്പോസിറ്റ് ആണ് എന്ത്? കൊസീക്ക്, സീക്ക്, കോട്ട്. കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോൾ ഈ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ OH എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ കൊസീക്ക് എന്താണെന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചു വരും. സൈൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? കോസ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണെങ്കിൽ സീക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ് ആയിരിക്കും. ടാന് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ കോട്ട് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കൊസീക്കാണ്. അപ്പോൾ കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്ക് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഞാൻ അതിനെ ഈ ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, പെർപെൻഡിക്കുലർ എന്ന രീതിയിൽ ഞാൻ എന്താ ഇങ്ങനെ എഴുതാൻ പോകും. കാരണം നമുക്കൊരു ട്രയാങ്കിൾ വേണം. സോ ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു എത്ര പറഞ്ഞിരിക്കുന്നത്? 25/7. സോ കോസ് എ ഈസ് ഈക്വൽ ടു 25/7. അതിൻ്റെ അർത്ഥം നമ്മളിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാനൊന്ന് വരയ്ക്കുകയാണേ. ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ പേര് കൊടുക്കുകയാണ് ABC എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ AB പെർപെൻഡിക്കുലർ 7, അല്ലേ? പിന്നെ നമുക്ക് എന്തറിയാം? ഹൈപ്പോട്ടനസ് അറിയാം, AC അറിയാം. എത്രയാണ്? 25, അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാൻ ആണ്, അല്ലേ? ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ബേസ്, അല്ലേ? ഈ ഒരു ആംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ബേസ്. അപ്പോൾ നമുക്കിവിടെ ബേസ് വേണം. നമുക്ക് പൈതഗോറസ് തിയറം അറിയാം, അല്ലേ? പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അതായത് 7ൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25ൻ്റെ സ്ക്വയർ, അല്ലേ? അല്ലെങ്കിൽ BC, ബേസ് എന്നുള്ളതിന് നമുക്ക് BC ആണല്ലോ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ 7 സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഓർ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 സ്ക്വയർ, അല്ലേ? അപ്പോൾ BC സ്ക്വയർ ഓർ ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25ൻ്റെ സ്ക്വയർ. ഇവിടെ ഈ +7 സ്ക്വയർ എന്ന് പറയുന്നത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവത്തില്ലേ? അപ്പോൾ 25ൻ്റെ സ്ക്വയർ 625 മൈനസ് 7ൻ്റെ സ്ക്വയർ 49 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 576 എന്ന് കിട്ടും, 576. അപ്പോൾ BC സ്ക്വയർ 576. അപ്പോൾ BC എത്ര? BC ഈസ് ഈക്വൽ ടു √576, അല്ലേ? BC സ്ക്വയർ 576 ആണെങ്കിൽ BC എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √576. 576ൻ്റെ റൂട്ട് എത്ര മക്കളെ? 24. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 24 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? ടാൻ എ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ടാൻ എ. ആൻഡ് ടാൻ എ ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ബേസ്. പെർപെൻഡിക്കുലർ എത്ര? 7. ബേസ് എത്ര? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 24. സോ 7 ഡിവൈഡഡ് ബൈ 25 അല്ല 24. 7 ഡിവൈഡഡ് ബൈ 24 ഓപ്ഷനിലുണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ ബി 7 ഡിവൈഡഡ് ബൈ 24. യെസ്. സോ ഈ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഈ ട്രിഗ്നോമെട്രിക് റേഷ്യൂസ് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആണോ, സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ്, കൊസീക്ക് എന്താണ്, സീക്ക് എന്താണ്, കോട്ട് എന്താണ്, അപ്പം ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണോ അത്രയും എളുപ്പം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും അത് ഓർത്ത് വെച്ചു. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 39
ഫൈൻഡ് ദ വാല്യൂ ഓഫ് കൊസീക് തീറ്റ. സോ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒരു റൂൾ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഒരു റൂൾ ഓർത്തിരുന്നാൽ മതി. റൂൾ എന്താണെന്ന് ചോദിച്ചാൽ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അല്ല, ഇനി ഈ റൂൾ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിനകത്തിൽ പറയുന്നതാണ്. ഇത് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ അഡ്ജസൻറ്റും ഓപ്പോസിറ്റും എടുത്ത് വെക്കുക. അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബേസ് കിട്ടും. അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു റൂൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ചെയ്യാം കേട്ടോ. അപ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് തീറ്റ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 80/39 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പം ഞാൻ ചോദിക്കട്ടെ, കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 1 പ്ലസ് ഇവിടെ മൈനസ് ചെയ്തേക്കുമല്ലേ. സോ 1 പ്ലസ് 80/39 സ്ക്വയർ. 80/39 സ്ക്വയർ അല്ലേ? അപ്പോൾ അത് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി കൊസീക്ക് സ്ക്വയർ തീറ്റ, നമുക്ക് വേണ്ടത് വെറും കൊസീക് തീറ്റയാണ്. അപ്പോൾ കൊസീക് സ്ക്വയർ തീറ്റയെ നമുക്ക് എന്താക്കണം? കൊസീക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? സ്ക്വയർ ഉള്ളൊരു സാധനത്തിനെ സ്ക്വയർ കളയണം. എ സ്ക്വയറിനെ എ ആക്കണമെങ്കിൽ എന്ത് വേണം? റൂട്ട് എടുക്കണം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവിടെ ഈ കൊസീക് സ്ക്വയറിൻ്റെ റൂട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? എനിക്ക് വെറും കൊസീക്ക് തീറ്റ കിട്ടും. ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മൊത്തത്തിലുള്ള റൂട്ട് എന്താണ്? 1 പ്ലസ് 80/39 സ്ക്വയർ. ഓക്കെ, ഞാൻ ബാക്കി ചെയ്യാൻ പോവാം. അപ്പോൾ റൂട്ടിനകത്തിൽ തന്നെ എനിക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 80യുടെ സ്ക്വയർ എത്ര? a/b ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/b² എന്നാണ് അല്ലേ? 80/39 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80² ഡിവൈഡഡ് ബൈ 39 സ്ക്വയർ. 80 സ്ക്വയർ എത്ര? 6400 ഡിവൈഡഡ് ബൈ 39 സ്ക്വയർ എത്ര? 39 സ്ക്വയർ 1521. ഇനി നമുക്ക് എന്ത് എഴുതാം? ഈ 1 എന്ന് പറയുന്ന സാധനം, 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 നിങ്ങൾ എവിടെ കണ്ടാലും ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ ആ സംഖ്യ തന്നെ. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ എത്ര കിടക്കുന്നത്? 1521. അപ്പോൾ 1521ൻ്റെ രൂപത്തിൽ അങ്ങ് എഴുതണം. 1521 ഡിവൈഡഡ് ബൈ 1521. ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1 പ്ലസ് 6400 ഡിവൈഡഡ് ബൈ 1521 അല്ലേ? അപ്പോൾ രണ്ടിടത്തും സെയിം ഡിനോമിനേറ്ററായി. അപ്പം ഞാൻ ഈ കോമൺ ഡിനോമിനേറ്റർ എടുത്ത് അങ്ങ് എഴുതുന്നു 1521. അപ്പോൾ മുകളിലുള്ളത് തമ്മിൽ കൂട്ടുക. 1521 6400 കൂട്ടുക. എത്ര കിട്ടും നമുക്ക്? 7921 കിട്ടും. സോ 7921 ഡിവൈഡഡ് ബൈ 1521. ഇനി അതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, റൂട്ട് കളയല്ലേ. സോ 1521 അല്ലല്ലോ, 7921 ഡിവൈഡഡ് ബൈ 1521. 7921ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 89 എന്ന് കിട്ടും. 89 ഡിവൈഡഡ് ബൈ 1521ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടും നമുക്ക്? 39 എന്ന് കിട്ടും. സോ 89 ഡിവൈഡഡ് ബൈ 39 ഉണ്ടോ? 89 ഡിവൈഡഡ് ബൈ 39. യെസ്, ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് tan A is equal to 2/√13 then the value of cosec square A plus 2 sec square A divided by cosec square A minus 3 sec square A. വേണമെങ്കിൽ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? tan A അല്ലേ? നമുക്കറിയാമല്ലോ tan A എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് tan? സോക്കട്ടോവ. tan എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്ര? വേണമെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ ചുമ്മാ വരയ്ക്കാം. നമുക്കിവിടെ ഒരു റഫ് ട്രയാങ്കിൾ വരയ്ക്കാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി. ഇതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 2 ഡിവൈഡഡ് ബൈ √13. ഓക്കെ, സോ ഓപ്പോസിറ്റ് അപ്പോൾ എന്തായിരിക്കും?
2 ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് 2 ആയിരിക്കും. പിന്നെ എന്താണ് അഡ്ജസൻ്റ് ഏതാണ്? റൂട്ട് 13. അപ്പോൾ ഈ സാധനം നമുക്ക് കണ്ടുപിടിക്കരുതോ? ഹൈപ്പോട്ടനസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? പൈതഗോറസ് തിയറം അല്ലേ? h² is equal to base square root 13 square plus altitude square 2 അല്ലേ? റൂട്ട് 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 13 തന്നെ കിട്ടും. 2 സ്ക്വയർ എത്ര കിട്ടും? 14 കിട്ടും. 17. സോ h² 17 ആണ്. അപ്പോൾ h എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? റൂട്ട് 17. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം? റൂട്ട് 17 എന്ന് എഴുതാം. റൂട്ട് 17 എന്ന് എഴുതാം. എഴുതിയല്ലോ? എഴുതി. ഇനി എന്തോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ചോദ്യത്തിലുള്ള കൊസീക് സ്ക്വയർ എ പ്ലസ് 2sec² a ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എ മൈനസ് 3sec². അപ്പോൾ നമുക്ക് വേണ്ട സാധനം കൊസീക്കും സീക്കും ആണേ. കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൊസീക്ക് ഈസ് ഈക്വൽ ടു ഈ കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞാൽ എന്തോ? ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ ആണേ. അതെ. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ബേസ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഈ രണ്ട് സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇനി നമ്മളിത് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കൊസീക് സ്ക്വയർ എ പ്ലസ് 2 ഇൻറ്റു sec² a ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എ മൈനസ് 3 ഇൻറ്റു sec² a ആണ് കണ്ടുപിടിക്കേണ്ടത്. ആണല്ലോ? അതെ. നമ്മൾ അതിൻ്റെ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കൊസീക് സ്ക്വയർ എ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്? റൂട്ട് 17 സ്ക്വയർ. കൊസീക് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 17 ബിക്കോസ് ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ. സോ റൂട്ട് 17 ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ എത്രയാണ്? 2. സോ അതിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു sec². സീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈപ്പോട്ടനസ് എത്ര? റൂട്ട് 17 ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ എത്ര? സീക്ക് ബേസ്, ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ബേസ്. അപ്പം ബേസ് എത്ര ഇവിടെ? റൂട്ട് 13 അതിൻ്റെയും സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഒരു വൃത്തിയില്ലല്ലോ എൻ്റെ കൈയക്ഷരത്തിൽ. എന്ത് ചെയ്യാനാന്ന് പറ. നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതി അങ്ങ് പോവുക കേട്ടോ. അല്ലാതെ എന്നെ വളരെ ഇതായിട്ട് നിങ്ങൾ നോക്കണ്ട. വളരെ വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ് ആണ് എൻ്റെത്. സോ ഡിവൈഡഡ് ബൈ വീണ്ടും കൊസീക് സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 17 ഡിവൈഡഡ് ബൈ 2 കൊസീക് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു sec² a. sec² എന്ന് പറയുമ്പോൾ ഈ മുകളിൽ എഴുതിയേക്കുന്നത് തന്നെയാണ്. 3 ഇൻറ്റു റൂട്ട് 17 ഡിവൈഡഡ് ബൈ റൂട്ട് 13 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 17 സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 17 സ്ക്വയർ എന്ന് പറയുമ്പോൾ 17 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 പ്ലസ് 2 ഇൻറ്റു 17 സ്ക്വയർ 17 തന്നെ 13 ഹോൾ ഡിവൈഡഡ് ബൈ വീണ്ടും 17/4 പ്ലസ് 3 പ്ലസ് അല്ലല്ലോ മൈനസ് അല്ലേ വരുന്നത്? മൈനസ്, കാരണം 3 sec² മൈനസ് ആണ്. സോ മൈനസ് 3 ഇൻറ്റു 17/13 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ ഇനി ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാനത് അങ്ങ് സ്കിപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അത്രയും നമ്മൾ ഇരുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ മാറ്റി എഴുതിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 357 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. 357/17 എന്ന് കിട്ടും. 357നെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 എന്ന് കിട്ടും. ഇതിന് ബാക്കി ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വിട്ടുതരാണ് കേട്ടോ. അത് നിങ്ങളങ്ങ് ചെയ്തോണം കേട്ടോ. ഈ ഒരു കാൽക്കുലേഷൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 357 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 21 എന്ന് ആൻസർ കിട്ടും. 21 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0.96 ദെൻ ഫൈൻഡ് കോട്ട് തീറ്റ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0.96 ദെൻ ഫൈൻഡ് കോട്ട് തീറ്റ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി മക്കളെ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു
ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അതെ, ഈ 0.96 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 0.96 എന്ന് പറഞ്ഞാൽ 96/100 ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാൻ നോക്കണം. സൈൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പാണ്, ഓപ്പോസിറ്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഓപ്പോസിറ്റ് 96 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 100 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 24 ഡിവൈഡഡ് ബൈ 25, 2നെ 4 കൊണ്ട് ഹരിച്ചു അല്ലേ? അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. എപ്പോഴും ഒരു ട്രിഗണോമെട്രിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് 24, ഈ ഒരു ആംഗിളല്ലേ നമ്മൾ തീറ്റയായിട്ട് എടുക്കുന്നത്, ഓപ്പോസിറ്റ് 24 എന്ന് കിട്ടി. ഹൈപ്പോട്ടനസ് എത്ര കിട്ടി? 25 കിട്ടി. നമുക്കൊരു കാര്യം അറിയാം, എന്തുവാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. സോ 24ൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25ൻ്റെ സ്ക്വയർ. ശരിയല്ലേ? പൈതഗോറസ് തിയറം. അപ്പോൾ 24ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതാം ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ മൈനസ് 24ൻ്റെ സ്ക്വയർ. 25ൻ്റെ സ്ക്വയർ എത്ര? 625 മൈനസ് 24ൻ്റെ സ്ക്വയർ എത്ര? 576 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 49 അല്ലേ? 49 എന്ന് കിട്ടി. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര? 49 എന്ന് കിട്ടി. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 49 എത്ര കിട്ടും മക്കളെ? 7 എന്ന് കിട്ടും. 7 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് എന്ന് പറഞ്ഞാൽ ടാനിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ടാൻ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇതെന്താണ്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് അല്ലേ? അഡ്ജസൻറ്റ് എത്ര? 7. ഓപ്പോസിറ്റ് എത്ര? 24. സോ 7 ഡിവൈഡഡ് ബൈ 24. 7 ഡിവൈഡഡ് ബൈ 24. 7നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.2916. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ പോയിന്റ് വരും. ഇപ്പം സൈൻ 0.25 എന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ചിന്തിച്ചോളാം 25/100 1/4 ആയിട്ട് നിങ്ങൾ അതിനെ എടുത്തോളാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ഈ ഒരു റേഷ്യോ ആക്കി ചെയ്യാനായിട്ട് നോക്കുക. എപ്പോഴും ഈ ട്രിഗണോമെട്രിക് റേഷ്യൂസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് വിജിലൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ യെസ്, 0.2916 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം എന്താണ്? ഇഫ് cos x is equal to 3/5, then find the value of sin x minus sin cube x. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, റേഷ്യോ ആണ്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞ റേഷ്യോ എന്താണ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് എന്തെന്ന് പറയുന്നത്? 3/5. സോ അഡ്ജസൻറ്റ് 3 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഒരു ട്രയാങ്കിൾ മനസ്സിൽ വരയ്ക്കുക അല്ലേ? ഇതാണ് എക്സ്, കോസ് എക്സോ തീറ്റയോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് 90 ഡിഗ്രി. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അഡ്ജസൻറ്റ് 3 ആണെങ്കിൽ ഹൈപ്പോട്ടനസ് 5 അല്ലേ? അപ്പോൾ ഈ സാധനം എന്തായിരിക്കും? പൈതഗോറസ് തിയറം. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ സ്ക്വയർ, ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5ൻ്റെ സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ. കാരണം എന്താ? 3 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ അല്ലേ? അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25, 3ൻ്റെ സ്ക്വയർ 9, 25 9 പോയാൽ 16. സോ എ സ്ക്വയർ 16 ആണ്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 16 എത്ര കിട്ടും മക്കളെ? 4 എന്ന് കിട്ടും. അപ്പോൾ എ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. എ 4 എന്ന് കിട്ടി അല്ലേ? നമുക്കപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ഓപ്പോസിറ്റ് എത്ര? ഓപ്പോസിറ്റ് ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഹൈപ്പോട്ടനസ് എത്ര കിട്ടി? 5. അപ്പോൾ നമുക്ക് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ 4/5 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തായാലും നമ്മുടെ ചോദ്യം എന്താ? ചോദ്യത്തിലേക്ക് വന്നാൽ സൈൻ എക്സ് മൈനസ് സൈൻ ക്യൂബ് എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടി 4/5 മൈനസ് 4/5 ക്യൂബ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 4/5 മൈനസ് 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 125 അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി അല്ലേ? ഇപ്പോൾ 125 ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഇത് 125 ആക്കാൻ വേണ്ടി താഴെയും മുകളിൽ നമ്മൾ 25 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 125 മൈനസ് 64 ഡിവൈഡഡ് ബൈ 125. അപ്പോൾ രണ്ടിടത്തും കോമൺ ഡിനോമിനേറ്റർ ആയല്ലോ. അപ്പോൾ 125 എടുക്കാം നമുക്ക്. പിന്നെ 100 നിന്ന് 64 കുറച്ച് എത്ര കിട്ടും? 36. സോ 36 ഡിവൈഡഡ് ബൈ 125. 36നെ 125 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 0.288 എന്ന് കിട്ടും. സോ ആൻസർ 0.288, 0.288 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 3/5, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് എക്സ് ഇൻറ്റു സീക്ക് എക്സ്. സോ സൈൻ എക്സ് 3/5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ കോട്ട് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. ഈ കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാനിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ടാൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ കോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. ഇനി അതേപോലെ തന്നെ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോൾ കോസിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും നമുക്ക്? ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് കോട്ടെക്സും സീക്ക് എക്സും ആണ് കേട്ടോ. സീക്ക് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇത് തമ്മിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് പോയില്ലേ? ഈ എ തമ്മിൽ അഡ്ജസൻറ്റ് സൈഡ് അങ്ങ് കട്ട് ചെയ്ത് പോയില്ലേ? പിന്നെ നമുക്ക് എന്താ കിട്ടുക? പിന്നെ നമുക്ക് കിട്ടുക ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഈ ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതത്തില്ലേ? എഴുതും. അപ്പോൾ അതിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്താണ്? സൈൻ ആണ്. അപ്പോൾ ഇവിടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൈൻ എക്സ് 3/5 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 3/5 ആണ് അല്ലേ? നമുക്കിവിടെ കിട്ടിയ എന്തുവാണ്? ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനിൻ്റെ ഓപ്പോസിറ്റ്, സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്. നമുക്ക് കിട്ടിയത് ഇപ്പോൾ കൊസീക്കാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ സൈൻ നേരെ തിരിച്ചിട്ടാൽ മതി. ഇൻവേഴ്സ് ഓഫ് സൈൻ ആണ് കിട്ടിയേക്കുന്നത്. നമുക്ക് അവസാനം കിട്ടിയത് h/o ആണ്. സോ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് O/h ആണ്. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ടാൽ പോരെ. സോ കണ്ടുപിടിക്കേണ്ടത് h/o. ഇതിൻ്റെ അർത്ഥം 3 എന്ന് പറയുന്നത് ഓയും 5 എന്ന് പറയുന്നത് എച്ചും ആണെന്നല്ലേ? അതെ. സോ എച്ച് എന്ന് പറയുന്നത് 5ഉം O എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ ആൻസർ എത്ര കിട്ടും? 5/3. എവിടെ? യെസ്, ഓപ്ഷൻ എ. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ? നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഗിവൺ ഫിഗർ PQ ഈസ് ഈക്വൽ ടു 13. ഓക്കെ, PQ 13 ആണ്. ആൻഡ് PR ഈസ് ഈക്വൽ ടു 12 അല്ലേ? അപ്പോൾ നമുക്കിത് കിട്ടത്തില്ലേ? QR കിട്ടത്തില്ലേ? QR കിട്ടും. എന്താണ് കാരണം? 12ൻ്റെ സ്ക്വയർ പ്ലസ് QR-ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13ൻ്റെ സ്ക്വയർ. സോ QR-ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ അല്ലേ? സോ QR സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ 169 മൈനസ് 144 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. സോ QR സ്ക്വയർ 25 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് QR എന്ന് പറയുമ്പോൾ √25 എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. സോ ഇത് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സൈൻ തീറ്റ പ്ലസ് ടാൻ തീറ്റ അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? സൈൻ തീറ്റ പ്ലസ് ടാൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? അപ്പോൾ എത്ര എഴുതാം നമുക്ക്? 12 ഡിവൈഡഡ് ബൈ 13 പ്ലസ് ടാൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എത്ര എഴുതാം? 12 ഡിവൈഡഡ് ബൈ 5. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. 13 × 5 65, 12 × 5 60 പ്ലസ് 13 × 12 182. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടത്തില്ലേ? അത്രേ ഉള്ളൂ. സോ 60 186 കൂട്ടിയാൽ നമുക്ക് 216 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 65. സോ ആൻസർ എത്ര കിട്ടും? 216 ഡിവൈഡഡ് ബൈ 65 ഉണ്ടോ? യെസ്. ഓപ്ഷൻ ഡി. സോ ഓപ്ഷൻ ഡി എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇഫ് cos 27 degree is equal to x, then find the value of tan 63. ഓക്കെ, നമുക്കൊരു പടം വരയ്ക്കാം. ഒരു
റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ് 27 ഡിഗ്രി. കോസ് 27 ഡിഗ്രി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻ 63. ടാൻ 63 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്, അപ്പോൾ ഇത് 27 ഡിഗ്രിയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് എത്ര ആയിരിക്കും? കാരണം ഈ രണ്ട് സൈഡിലൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. അപ്പോൾ ഇത് 63 ആയിരിക്കണ്ടേ? ആയിരിക്കും. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് ABC. ഓക്കെ, ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? എന്ത്? കോസ് 27 ഈസ് ഈക്വൽ ടു എക്സ്. ഇനി കോസ് 27 എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ എക്സിനെ നമുക്ക് x/1 എന്നെടുക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അഡ്ജസൻറ്റ് എക്സ് ആണെങ്കിൽ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ബേസ് കിട്ടും, അല്ലെങ്കിൽ AC കിട്ടും. എന്താണ്? എങ്ങനെ എഴുതാം നമുക്ക്? AB² പ്ലസ് AC² ഈസ് ഈക്വൽ ടു BC². ശരിയല്ലേ? അപ്പോൾ AB² എന്ന് പറയുമ്പോൾ നമുക്ക് x² പ്ലസ് AC² എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AC² അറിയത്തില്ല. AC² ഈസ് ഈക്വൽ ടു BC² എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1² കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്തിൽ നിന്ന് AC ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1² എന്ന് പറയുമ്പോൾ 1 മൈനസ് x² എന്ന് തന്നെ എഴുതും. സോ AC². അപ്പോൾ AC ഈസ് ഈക്വൽ ടു √1 മൈനസ് x². എഴുതാമല്ലോ? എഴുതാം. അപ്പോൾ AC എത്ര കിട്ടി? 1 മൈനസ് √1 മൈനസ് x² എന്ന് കിട്ടി അല്ലേ? ഇപ്പോൾ 3 സൈഡും നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടാൻ 63. ടാൻ 63 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കരുത്, അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്ത് വേണം നോക്കാനായിട്ട്. പലരും ഇവിടെ നോക്കും, അപ്പോൾ തിരിഞ്ഞു പോകും. നമ്മൾ ടാൻ 6 ഇവിടെ ഇത് 27 ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 63 ആണ്. ടാൻ 63 ആണ്. ടാൻ 63 എന്താണ്? ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് ടാൻ 63 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് എന്ന് എഴുതാം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എടുക്കണം. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക? AB. അങ്ങനെ തന്നെ എഴുതണം. AB ഓപ്പോസിറ്റ്. ഈ ആംഗിളിൻ്റെ വേണം നോക്കാമെങ്കിൽ, അല്ലാതെ AC എടുക്കരുത്. 27 ഓപ്പോസിറ്റ് അല്ല, 63ക്ക് ഓപ്പോസിറ്റ് വേണം. ഞാൻ വീണ്ടും പറയാൻ കാരണം പലരും അങ്ങനെ തെറ്റിച്ച് വെക്കാറുണ്ട്. 63 AB, 63യുടെ ഓപ്പോസിറ്റ് AB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അതായത് ഇതിൻ്റെ സമീപവശം എന്ന് പറയുമ്പോൾ ഏതാണ്? √1 മൈനസ് x². അല്ലെങ്കിൽ പോട്ടെ, നമ്മൾ സൈഡിൻ്റെ പേരല്ലേ എഴുതി, അപ്പോൾ അങ്ങനെ എഴുതാം. ഈ സൈഡ് ഏതാണ്? AC. സോ AB ബൈ AC. AB എന്ന് പറഞ്ഞാൽ എത്രയാണ്? x. AC എന്ന് പറഞ്ഞാൽ എത്രയാണ്? √1 മൈനസ് x². സോ √1 മൈനസ് x². സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ x ഡിവൈഡഡ് ബൈ 1 മൈനസ് x². ഓപ്ഷൻ ഡി, x ഡിവൈഡഡ് ബൈ √1 മൈനസ് x² എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. അടുത്ത ചോദ്യം. ദ വാല്യൂ ഓഫ് sin² 38 മൈനസ് cos² 52. സോ അത് കോംപ്ലിമെൻ്ററി പെയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? sin 38 മൈനസ് sin 90 മൈനസ് 52 എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ sin 38 മൈനസ് 90 മൈനസ് 52 എത്ര കിട്ടും? 38 തന്നെയല്ലേ കിട്ടുക? സോ sin 38. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് കോംപ്ലിമെൻ്ററി പെയറിൻ്റെ കാര്യമൊക്കെ. സോ sin 38 മൈനസ് sin 38 എന്ത് കിട്ടും? സെയിം വാല്യൂ തന്നെ കുറയ്ക്കുക. സോ ആൻസർ ഇസ് 0. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 225. അപ്പോൾ ഈ cos 225 ചോദിച്ചാൽ നമ്മൾ സാധാരണ പഠിച്ചു വെച്ചേക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. 0 പഠിച്ചു വെച്ചിട്ടുണ്ട്, 50, 30, 45, 60, 90 ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ cos 225 ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ട്രിഗ്നോമെട്രി ക്വാഡ്രൻസ് എന്ന് പറയും. അതായത് ഒരു 360 ഡിഗ്രിയെ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് 0 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 180 ഡിഗ്രി, ഇവിടെ
270 ഡിഗ്രി. ദെൻ ഇവിടെ 360 ഡിഗ്രി എന്ന് പറയത്തില്ല, 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ വീണ്ടും അത് 0 ഡിഗ്രി ആയിട്ട് നമ്മൾ മാറും. ഇങ്ങനെ എഴുതേക്കും. ഇനി ഇതിൽ ഓരോ ക്വാഡ്രൻസിലും ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇതിനാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുക, ഇതിനെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയും, ഇതിനെ നമ്മൾ ഫോർത്ത് ക്വാഡ്രൻ്റ് എന്ന് പറയും. സോ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഇതിൽ പഠിക്കാനൊരു എളുപ്പവഴിയുണ്ട്. ASTC പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പോസിറ്റീവ് ആയിരിക്കും. ഓൾ പോസിറ്റീവ്, അതായത് സൈൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ അപ്പോൾ ഈ സൈൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് നെഗറ്റീവ് ആണെന്നാണ്. കോസും ടാനും അവിടെ എന്താണ്? നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? കോസും സൈനും അവിടെ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ സൈനും ടാനും അവിടെ നെഗറ്റീവ് ആയിരിക്കും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? cos 225. അപ്പോൾ നമ്മൾ ഈ cos 225 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് cos 180 കഴിഞ്ഞ് വരുന്ന കാര്യം നോക്കണം. കാരണം 180 ആകുമ്പോൾ ഇത് ഇത്രയും കണ്ട് ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ 180 കഴിഞ്ഞ് വരുന്നത്. 180 കഴിഞ്ഞ് വരുന്നത് പറയുമ്പോൾ 180 പ്ലസ് പിന്നെ 225ലേക്ക് എത്ര ഉണ്ട്? 45 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് കഴിഞ്ഞു, സെക്കൻഡ് ക്വാഡ്രൻറ്റ് കഴിഞ്ഞു, തേർഡ് ക്വാഡ്രൻറ്റിലേക്ക് വന്നു. സോ തേർഡ് ക്വാഡ്രൻറ്റിൽ 180 വരെ കഴിഞ്ഞു. പിന്നെ ഇനി ബാക്കി എത്ര ഡിഗ്രി നോക്കിയാൽ മതി? 45. സോ cos 45ൻ്റെ വാല്യൂ എത്ര? cos 45ൻ്റെ വാല്യൂ 1/√2. പക്ഷേ ഏത് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്. അവിടെ ടാൻ ആണ് പോസിറ്റീവ്. അവിടെ ആരൊക്കെ നെഗറ്റീവ് ആയിരിക്കും? അപ്പം ആരൊക്കെ നെഗറ്റീവ് ആയിരിക്കും? കോസും സൈനും നെഗറ്റീവ് ആയിരിക്കും. സോ തേർഡ് ക്വാഡ്രൻറ്റിലാണ് നിൽക്കുന്നത്. സോ 1/√2, -1/√2, -1/√2. സോ -1/√2 എന്ന് പറയുമ്പോഴാണ് നമുക്ക് എത്ര വാല്യൂ കിട്ടുക? 1/√2. സോ 1/√2ൻ്റെ വാല്യൂ എത്ര? 1.414 എന്ന് എടുക്കാം നമുക്ക് √2ൻ്റെ വാല്യൂ. സോ 1/1.414 എത്ര കിട്ടും? സോ ആൻസർ നമുക്ക് 0.7071 നെഗറ്റീവ് ആണ്. സോ -0.7071 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ ഡി. സോ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം ഈ ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. സോ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ട്രിഗണോമെട്രിയിൽ നിന്ന് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഒരു ഭാഗം കൂടിയുണ്ട്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, മരം ഒടിഞ്ഞ് വീഴുന്നു, മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നു, കെട്ടിടത്തിൻ്റെ നീളം എത്ര, ഒടിഞ്ഞ മരത്തിൻ്റെ നീളം എത്ര അകലെയാണ് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പറഞ്ഞിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.